ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലേ. എനിക്കെന്തോ ചോറിനോട് ഭയങ്കര ഇഷ്ടമാണ്. 3 നേരം ചോറ് കിട്ടിയാൽ 3 നേരവും ഞാൻ സന്തോഷത്തോടെ കഴിക്കും. പിന്നെ അത് ചെയ്യാത്തത് തടി കൂടുമെന്നുള്ള പേടി കൊണ്ടാണ്. എനിക്ക് പണ്ടേ ഈ പലഹാരങ്ങളോടൊന്നും വലിയ താല്പര്യമില്ല. ഈ ചപ്പാത്തി, പൂരി, ദോശ, ഇഡ്ഡലി ഇതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ചോറിൻ്റെ അത്ര ഇഷ്ടമല്ല. പണ്ടൊക്കെ ഞാൻ രാവിലെ മിക്കപ്പോഴും ചോറ് തന്നെയായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ടും കൂടാത്ത തടി എന്താണ് ഇപ്പൊ കഴിക്കുമ്പോൾ കൂടുന്നതെന്ന് മനസ്സിലാകുന്നേ ഇല്ല. അപ്പോൾ കാര്യം എന്താന്ന് വെച്ചാൽ ഇന്ന് കുറച്ച് ലെറ്റ്യൂസ് കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് റാപ്പ് ഉണ്ടാക്കാനാണ് എൻ്റെ ചേട്ടൻ്റെ പ്ലാൻ. എന്നാൽ എനിക്ക് ചോറിൻ്റോടുള്ള അമിത താല്പര്യം കൊണ്ട് രാത്രി ചോറ് കഴിക്കാതെ കിടന്നാൽ എന്തോ വയറ് നിറയാത്തൊരു ഫീലാണ്. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്കത്തെ ചോറ് ബാക്കിയാണ്, വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ. ഞാൻ കുറച്ച് രസം ഉണ്ടാക്കാം, അതാകുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ. റാപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ചിക്കൻ്റെ പീസ് അധികം ഇട്ടാൽ എനിക്ക് അത് മതി ചോറിൻ്റെ കൂടെ കഴിക്കാനെന്നൊക്കെ പറഞ്ഞ് ചേട്ടനെ കൺവിൻസ് ആക്കി ചേട്ടനെ കൊണ്ട് റാപ്പ് ഉണ്ടാക്കിപ്പിക്കുന്നുണ്ട്. രസത്തിൻ്റെ പരിപാടി ഞാനുമാണ് നോക്കുന്നത്. ചേട്ടന് പക്ഷെ ചോറിനോട് വലിയ താല്പര്യമൊന്നുമില്ല. ചേട്ടന് ചപ്പാത്തി, പൂരി, പൊറോട്ട അങ്ങനത്തെ സാധനങ്ങളോടാണ് കൂടുതൽ താല്പര്യം. ആള് ഭക്ഷണമൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കും കേട്ടോ. ഇത് ഒരു തവണ ഉണ്ടാക്കി എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞതുകൊണ്ടും ആ സമയത്ത് ഞാനത് കഴിക്കാൻ ഇല്ലാതിരുന്നത് കൊണ്ടും എനിക്കൂടി എൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ റാപ്പ് ഉണ്ടാക്കുന്നത്. എന്നാൽ എനിക്കാണെങ്കിലോ ഇത് കഴിക്കുകയും വേണം, എന്നാൽ ചോറ് കഴിച്ചില്ലെങ്കിൽ വയറ് നിറഞ്ഞില്ലെങ്കിലോ എന്ന ചിന്തയാണ്. രസത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത്രയും നാൾ കഴിച്ചതിൽ വെച്ച് അമ്മയുടെ രസം തന്നെയാണ് എനിക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. പക്ഷെ പണ്ട് ഞാൻ രസം അങ്ങനെ കഴിക്കില്ലായിരുന്നു. അമ്മ ഉണ്ടാക്കും, എന്നാലും എനിക്ക് അതിൻ്റെ അകത്ത് ഈ തരികളൊക്കെ കിടക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. അപ്പോൾ ഞാനും എൻ്റെ അനിയത്തിയും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഭക്ഷണത്തിൻ്റെ കൂടെ രസം അധികം കൂട്ടാൻ നിൽക്കില്ല. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഒരു അരിപ്പയൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഈ രസം അരിക്കും. എന്നിട്ട് ഈ സത്തെല്ലാം മാറ്റിയിട്ട് ആ വെള്ളം മാത്രം കിട്ടുമല്ലോ, അത് നമ്മൾ രണ്ടുപേരും ഇരുന്നങ്ങ് കുടിക്കും. അത് നമുക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്കിഷ്ടമുള്ളതെന്ന് വെച്ചാൽ ഈ രസം ഒരു 2-3 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കുറച്ചുകൂടെ ഒന്ന് കൂടും. ആ സമയത്ത് രാവിലെ ഈ പഴഞ്ചോറും കൂട്ടി കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ ഈ നിർബന്ധങ്ങളും ഇഷ്ടക്കേടുകളൊക്കെ മാറിയത് ഹോസ്റ്റലിൽ പഠിക്കാൻ പോയതിന് ശേഷമാണ്. അവിടെ ഈ ബംഗാളികൾ ഉണ്ടാക്കുന്ന ഫുഡ് കഴിച്ച് മടുത്തിട്ട് അടുത്തുള്ള ഒരു കടയിൽ നിന്ന് നമ്മൾ ഇടയ്ക്ക് ഒരു ഊണ് ഓർഡർ ചെയ്യായിരുന്നു. കർണാടക ആയതുകൊണ്ട് തന്നെ നാട്ടിലെ ഊണിൻ്റെ വിഭവങ്ങളൊന്നും ഇവിടെ പ്രതീക്ഷിക്കുകയേ ചെയ്യരുത്. ഇവിടെ കിട്ടുന്നത് കുറച്ചധികം ചോറും കുറേ രസവും ഒരു പപ്പടവും 2 ബജ്ജിയും ആയിരിക്കും. ഇതിനെല്ലാം കൂടി ആവുന്നത് 40 രൂപയാണെങ്കിലും ഹോസ്റ്റലിലെ ഫുഡ് കഴിച്ച് മടുക്കുമ്പോൾ ഇത് കഴിക്കുന്നത് സത്യം പറഞ്ഞ ഒരു ആശ്വാസം തന്നെയായിരുന്നു. സത്യം പറഞ്ഞ റാപ്പ് ഉണ്ടാക്കുന്ന കാര്യം കേട്ടപ്പോൾ പണി പെട്ടെന്ന് കഴിയുമെന്ന് ഞാൻ കരുതി. പക്ഷെ അങ്ങനെയൊന്നുമല്ല. അതിൻ്റെ അകത്ത് ഒരുപാട് പരിപാടിയുണ്ട്. കാരണം നമ്മൾ മയണൈസ് ഉണ്ടാക്കണം, ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കണം, ചിക്കൻ പൊരിക്കണം, അതിൻ്റെ അകത്ത് വെക്കേണ്ട കുറച്ച് പച്ചക്കറികളൊക്കെ അരിഞ്ഞ് വെക്കണം. സത്യം പറഞ്ഞാൽ കുറച്ച് പണി തന്നെയാണ്. ഞാനവിടെ രസത്തിൻ്റെ പരിപാടിയിലായതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെല്ലാം ചേട്ടൻ തന്നെയാണ് നോക്കിയത്. അതേപോലെ ഈ ലെറ്റ്യൂസ് ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ കഴിക്കാൻ പോകുന്നത്. വീഡിയോസിലും ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട് എന്നല്ലാതെ ഞാൻ ഇതുവരെ ഈ സാധനം ടേസ്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ടൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ്, ഈ റാപ്പിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നൊക്കെ. ചോറിനോടാണ് കൂടുതൽ പ്രിയമെങ്കിലും ഇങ്ങനത്തെ വെറൈറ്റി ഫുഡൊക്കെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എവിടെയെങ്കിലും പോകുമ്പോൾ ആരെങ്കിലും അത് കഴിക്കുമോ ഇത് കഴിക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ കൊടുക്കുന്ന മറുപടി തിരിച്ച് കടിക്കാത്ത എന്താണെങ്കിലും ഞാൻ കഴിക്കുമെന്നാണ്. പക്ഷേ ഇന്നത്തെ എൻ്റെ കണക്കുകൂട്ടലുകളെല്ലാം റാപ്പ് തെറ്റിച്ച് കളഞ്ഞു. കാരണം ചോറ് കഴിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നും വിധം റാപ്പ് അടിപൊളിയായിരുന്നു. ഒന്ന് മതിയെന്ന് പറഞ്ഞ് ഞാൻ 3-4 കഴിച്ചിട്ട് ചേട്ടന് തികയാതെ പിന്നെ നമ്മൾ ചോറ് പാതി പാതി കഴിക്കുകയാണ് ചെയ്തത്. സത്യത്തിൽ വലിയ പാടൊന്നുമില്ല കേട്ടോ ഈ റെസിപ്പി ഉണ്ടാക്കാൻ. വീട്ടിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം. ജസ്റ്റ് ആ ലെറ്റ്യൂസിൻ്റെ ലീഫ് മാത്രം വാങ്ങിച്ചാൽ മതി. എന്നിട്ട് അതിൻ്റെ അത് കുറച്ച് മയണൈസ് ഒഴിക്കുക, കുറച്ച് ചിക്കൻ പൊരിച്ചിടുക, കുറച്ച് ഉരുളൻകിഴങ്ങ് നീളത്തിൽ കണ്ടിച്ചിട്ട് നമ്മുടെ ഈ ഫ്രഞ്ച് ഫ്രൈസ് പോലെ പൊരിച്ചിടുക, കുറച്ച് സവാള, കുറച്ച് ക്യാപ്സിക്കം, എന്നിട്ട് ഇതിങ്ങനെ ചുരുട്ടി അങ്ങോട്ട് കഴിക്കുക. എന്തൊക്കെ വിഭവങ്ങളല്ലേ. എന്തായാലും നമ്മൾ രസത്തിലല്ലേ തുടങ്ങിയേ, രസത്തിൽ തന്നെ അവസാനിപ്പിച്ചാലോ. രസത്തിൻ്റെ കഥ അറിയോ നിങ്ങൾക്ക്? മധുരയിലെ ഒരു രാജകുമാരന് വയറ് സംബന്ധമായ അസുഖം വന്നിട്ട് ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റാതെയാവും. അപ്പോൾ അവിടുത്തെ രാജാവ് ഒരു പ്രഖ്യാപനം നടത്തും. എൻ്റെ മകൻ്റെ അസുഖം ആരാണ് മാറ്റി കൊടുക്കുന്നത്, ആരുടെ ഭക്ഷണമാണ് എൻ്റെ മകൻ കഴിക്കുന്നത്, അവർക്കൊരു വലിയ സമ്മാനം തരുമെന്ന്.
അപ്പോൾ കരുണ എന്ന് പറയുന്ന ഒരു പാചകക്കാരൻ വന്നിട്ട് ഈ രസം ഉണ്ടാക്കിയാണ് നമ്മൾ രാജകുമാരന് കൊടുക്കുന്നത്. രാജകുമാരൻ്റെ അസുഖവും മാറും. രാജകുമാരൻ ഭക്ഷണം കഴിക്കാനും തുടങ്ങും. അപ്പോൾ അങ്ങനെയാണ് മരുന്നായിട്ടും ഭക്ഷണമായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന രസത്തിന് ഇത്രയേറെ പ്രസക്തി വന്നത്. അപ്പം ശരി, കാണാം.